ഏതെങ്കിലും രജി ചെറിയാനെ കൃത്യമായിട്ട് ഇദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ്. ആ അപമാനം ഇത്തിരി കടന്നുപോയി ഒരു കാരണവശാലും ഇദ്ദേഹം ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. രജി ചെറിയാൻ എന്ന് പറയുന്ന ആളൊന്നും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തിന് അവിടെ ഏതെങ്കിലും കെട്ടിടം പണിത് അതിൻ്റെ കോൺട്രാക്ടറുടെ അടുത്ത് നിന്ന് കമ്മീഷൻ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ പറയുന്ന രജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൈപൊക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ വാണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മഹാരാജാവിനെ പോലെ താൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടനാട്ടുകാരോടുള്ള വെല്ലുവിളിയല്ലേ ഇത്. തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ടിട്ട് രജി ചെറിയാനും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ജി സുധാകരൻ തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം. ജി സുധാകരൻ പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഏഷണി കേട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇതിനു വേണ്ടിയിട്ട് എടുത്തു ചാടിയതെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മടക്കി കയ്യിൽ തന്നെ വെച്ചാൽ മതി. നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ പോലെ തന്നെ കുട്ടനാട്ടുകാർക്ക് വളരെ ഡ്രീമായിട്ടുള്ള സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു മത്സരമാണ് മൂലം വള്ളംകളി എന്ന് പറയുന്നത്. അപ്പോൾ ആ വള്ളംകളിയിൽ രജി ചെറിയാൻ്റെ ആദ്യ സംരക്ഷണെ മുഖ്യമന്ത്രി എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. നമസ്കാരം. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന രസകരമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് രസകരമാണ്. എന്നാൽ ഒരു വിഭാഗത്തിന് അങ്ങനെ ആയിരിക്കില്ല ഒരു സംഭവം. നമുക്കറിയാം, രജി ചെറിയാൻ കുട്ടനാട് MLA അവിടെ ഒരു പ്രാദേശിക അവധിയെ പറ്റി ചോദിക്കുന്നു. അപ്പോൾ എഴുന്നേറ്റ് മുഖ്യമന്ത്രി അത് നമുക്ക് പരിഗണിക്കാമെന്ന് പറയുന്നു. ഇരുന്നിട്ട് പറഞ്ഞതും നമ്മൾ കേട്ടാണ്, ഒരു കാരണവശാലും അനുവദിക്കില്ലെന്ന്. വി ഡി സതീശൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുന്നും ഇത്തരം മൈക്കുപഴകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. പണ്ട് കെ സുധാകരനുമായിട്ടുള്ള ഇതിലും കൂടെ ഇരിക്കുന്നവരെ പറ്റി അല്ലെങ്കിൽ അവരോട് ഒരു തർക്കുത്തരം തരത്തിൽ മറുപടി പറയുന്ന ഒരാൾ തന്നെയാണ് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ മുഖ്യമന്ത്രിയാണ്, വേദി നിയമസഭയാണ്, ചോദ്യം ഔദ്യോഗികമാണ്. അപ്പൊ അങ്ങനെ ഒരു സന്ദർഭത്തിലും ഈ പറഞ്ഞത് ഇപ്പോൾ രജി ചെറിയാനോടുള്ള എന്തെങ്കിലും വ്യക്തിപരമായ, നമുക്കറിയാം ഭരണകക്ഷിയിലെ പ്രധാന ഒരു പാർട്ടിയുടെ ആളാണ്, എന്തെങ്കിലും വ്യക്തിപരമായ പ്രശ്നമാണോ അതോ വി ഡി സതീശൻ എന്ന വ്യക്തിയുടെ ധാർഷ്ട്യമാണോ? ഇതിൽ ഏത് രീതിയിൽ നമുക്ക് വായിക്കാം? തോമസ്, ഇതിനകത്ത് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ തവണ MLA ആയിട്ട് നിയമസഭയിൽ എത്തുന്ന ഒരു MLA, അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഒരു ആദ്യത്തെ സബ്മിഷൻ എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി അദ്ദേഹത്തിന് സമയം അനുവദിക്കുന്നു, അല്ലെങ്കിൽ സ്പീക്കർ സമയം അനുവദിക്കുന്നു. ആ സമയത്ത് ഇദ്ദേഹം സബ്മിഷന് വേണ്ടിയിട്ട് എണീറ്റ് നിന്നിട്ട് ഒരാവശ്യം ഉന്നയിക്കുന്നു, മൂലം വള്ളംകളി. അത് ആ സമയത്ത് അന്നേ ദിവസം കുട്ടനാട് താലൂക്കിന് അവധി നൽകണമെന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. ഈ അഭ്യർത്ഥനയെക്കുറിച്ച് മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? പരിഗണിക്കാം എന്ന് പറയുന്നു. അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ട് കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് എന്താണ് പറയുന്നത്? ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന്. കാരണം ഒരു മനുഷ്യൻ്റെ മുഖമാണ് അവിടെ പരസ്യപ്പെട്ട് വരുന്നത്. ആരാണ് വി ഡി സതീശൻ എന്നുള്ളതാണ്. ഞാൻ പറയട്ടെ, ഒരു മുഖ്യമന്ത്രിയായിട്ടുള്ള വി ഡി സതീശനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം നിയമസഭയിൽ പറയേണ്ടത് എന്തായിരുന്നു? പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ആ സമയത്ത് വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ കുട്ടനാട് പ്രദേശത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ പൊതുവവധി നൽകാൻ വേണ്ടി സാധിക്കില്ല എന്ന് മാന്യമായിട്ട് ഇദ്ദേഹത്തിന് പറയാമായിരുന്നു. അതല്ല എങ്കിൽ അദ്ദേഹം പറയണമായിരുന്നു അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞാൽ അത് ആലോചിക്കേണ്ട വിഷയമാണ്. അത് അവിടെ ഇരുന്നതിന് ശേഷം ഒരു കാരണവശാലും അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ വി ഡി സതീശൻ എന്താ മഹാരാജാവാണോ കേരളത്തിൻ്റെ? വി ഡി സതീശൻ മഹാരാജാവൊന്നുമല്ലല്ലോ. ഈ പറയുന്ന രജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കൈപൊക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ പറഞ്ഞ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിൻ്റെ നിയമസഭയിൽ ഇരിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ വാണുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മഹാരാജാവിനെ പോലെ താൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുട്ടനാട്ടുകാരോടുള്ള വെല്ലുവിളിയല്ലേ ഇത്. മൂലം വള്ളംകളി എന്ന് പറയുന്നത് കുട്ടനാട്ടുകാരുടെ ഒരു ഡ്രീമാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ പോലെ തന്നെ കുട്ടനാട്ടുകാർക്ക് വളരെ ഡ്രീമായിട്ടുള്ള സ്വപ്ന തുല്യമായിട്ടുള്ള ഒരു മത്സരമാണ് മൂലം വള്ളംകളി എന്ന് പറയുന്നത്. അപ്പോൾ ആ വള്ളംകളിയിൽ രജി ചെറിയാൻ്റെ ആദ്യ സംരക്ഷണെ മുഖ്യമന്ത്രി എതിർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്ന് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ ഘടകകക്ഷികളോടുള്ള എന്തെങ്കിലും വെല്ലുവിളി ഉണ്ടായിരുന്നു? UDF യോഗം വിളിച്ചിട്ടില്ലെന്ന് എത്ര ദിവസമായിട്ട്. UDFന്റെ ചെയർമാൻ കൂടിയാണല്ലോ മുഖ്യമന്ത്രി. ആ UDFന്റെ യോഗം പോലും ഇദ്ദേഹം വിളിച്ചിട്ടില്ല. അടുത്ത UDF യോഗത്തിൽ രജി ചെറിയാനൊക്കെ അതിശക്തമായിട്ട് തന്നെ വി ഡി സതീശനോട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അദ്ദേഹം ഇന്നലെ തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മുഖ്യമന്ത്രിയെ കാണും, UDFൽ ഈ കാര്യം ഉന്നയിക്കുകയും ചെയ്യുമെന്നല്ല പറഞ്ഞേക്കുന്നത്. ഈ വ്യക്തിപരമായിട്ട് വി ഡി സതീശനും രജി ചെറിയാനും തമ്മിലുള്ള ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, രജി ചെറിയാൻ്റെ ഒരു ഇൻ്റർവ്യൂ സത്യം പറഞ്ഞാൽ അദ്ദേഹം MLA ആകുന്നതിന് മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് എനിക്ക് രജി ചെറിയാനെ കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകം കണ്ടിട്ടുള്ള ഇത്രയും വിവരവും വിവേകവും ബോധവുമുള്ള വളരെ ചുരുക്കം ആളുകളെ ഞാൻ കണ്ടിട്ടുള്ളൂ, വളരെ ചുരുക്കം രാഷ്ട്രീയ നേതാക്കന്മാരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ആ ഗണത്തിൽപ്പെടുന്ന ഒരാളാണ് രജി ചെറിയാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രജി ചെറിയാൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ ചില കാഴ്ചപ്പാടുകളുണ്ട്. ആ കാഴ്ചപ്പാടുകൾ വളരെ വലുതാണ്, ആ ഒരു നാടിന് ഗുണം ചെയ്യുന്നതാണ്.
അവിടുത്തെ ജനതയ്ക്ക് മുഴുവൻ ഗുണം ചെയ്യുന്നതാണ്. അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഈ കുട്ടനാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് കുട്ടനാട്ടുകാർക്ക് അവിടെ നെല്ല് കുത്തി അത് അവിടെ ചോറായിട്ട് ഉണ്ണാൻ വേണ്ടി സാധിക്കത്തില്ല. കുട്ടനാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് എങ്ങോട്ടാ കയറി പോകുന്നത് അറിയോ? അതെല്ലാം ഏതെങ്കിലും പുട്ടുപൊടി കമ്പനിക്കോ അല്ലെങ്കിൽ ഈ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഇഡ്ഡലി പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് ഉപയോഗിക്കുന്നത്. ആ നെല്ല് കുട്ടനാട്ടിൽ തന്നെ കുത്തി കേരളത്തിൽ വിതരണം ചെയ്യാനുള്ള ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ എത്ര ഗുണകരമാകും അത്? കേരളത്തിൽ എത്ര ഗുണകരമാകും? അവിടെയും എന്താ പറയുക, ഈ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ഈ നെല്ല് ഗവേഷണ കേന്ദ്രങ്ങളിൽ എത്ര പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചു എന്ന് മുഖ്യമന്ത്രി ഒന്ന് പരിശോധിക്കുക. പക്ഷെ ഇതിനെക്കുറിച്ചൊക്കെ കൃത്യമായ ഒരു പഠനം ഞാൻ രജി ചെറിയാനെ കണ്ടിട്ടുള്ള നല്ലൊരു ഗവേഷകനെയാണ്. അതായത് ഒരു വിഷയം അവതരിപ്പിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ടും വ്യക്തമായിട്ടും ധാരണയുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോൾ BBC ഒരാൾ വന്നിരുന്ന് രജി ചെറിയാനെ ഇന്റർവ്യൂ ചെയ്യാൻ ഇരിക്കുക. രജി ചെറിയാൻ മുൻപോട്ട് വയ്ക്കുന്ന പദ്ധതികൾ, ഒരുപാട് പദ്ധതികളുമായിട്ടാണ് അദ്ദേഹം ഇറങ്ങിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട രീതിയിൽ കുട്ടനാടിന് ഫണ്ട് അനുവദിക്കാൻ കൂടി സംസ്ഥാന സർക്കാർ തയ്യാറാകുന്ന പക്ഷം അടുത്ത 5 വർഷത്തിനുള്ളിൽ കുട്ടനാട് ഒരു സ്വർഗതുല്യമായിട്ടുള്ള ഒരു നാടായിട്ട് മാറും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം എനിക്ക് വളരെ അടുത്ത സൗഹൃദങ്ങളുള്ളൊരു നാടാണ് കുട്ടനാട് എന്ന് പറയുന്നത്. കാരണം ഈ കുട്ടനാട് നിയോജക മണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള അടുത്താണ് എൻ്റെ പെങ്ങളെ തന്നെ കെട്ടിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പോകുന്ന സമയത്തൊക്കെ അവരനുഭവിക്കുന്ന ഈ വെള്ളപ്പൊക്ക സമയത്തൊക്കെ കുട്ടനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് സഹിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെ അവിടെ ഈ ക്യാൻസർ ബാധിതരായിട്ടുള്ള എത്ര ആളുകളുണ്ടെന്നറിയാമോ? അതിന് കാരണം എന്താണ്? അതിനൊക്കെ കൃത്യമായ കാരണങ്ങളുണ്ട്. അതായത് ഈ ഇപ്പോൾ അവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന നെല്ലുണ്ടല്ലോ, അതിലുപയോഗിക്കുന്ന കീടനാശിനി, അത് കുടിവെള്ളവുമായിട്ട് മിക്സ് ചെയ്യുന്ന രീതി എനിക്ക് അതിനെക്കുറിച്ച് ടെക്നിക്കലായിട്ട് പറയാൻ വേണ്ടിയിട്ട് അറിഞ്ഞുകൂടാ. എന്നാൽ ഇത് കൃത്യമായിട്ട് പറയാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് രജി ചെറിയാൻ എന്ന് പറയുന്നത്. അതേസമയം ഇപ്പുറത്ത് നോക്കൂ, VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇങ്ങനെ വലിയ എന്തോ ഒരു ടെക്നോളജിയെക്കുറിച്ച് അറിയാവുന്ന, ലോകത്തെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തിയാണെന്നാണ് കേരളത്തിലെ പൊതുസമൂഹം കരുതിയിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നു, മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യാതെ BBC ഒരു ലേഖകൻ വന്നിരുന്ന് ഇദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തു കഴിഞ്ഞാൽ പൊളിഞ്ഞു വീഴുന്ന ലോകവിജ്ഞാനമേ നമ്മുടെ മുഖ്യമന്ത്രിക്കുള്ളൂ. അതൊരു സത്യമാണത്. ആ സത്യത്തെ അംഗീകരിക്കാൻ നമുക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. അതുകൂടാണ്ട് തോട്ടപ്പള്ളി സ്പിൽവേയുമായി ബന്ധപ്പെട്ടിട്ട് രജി ചെറിയാനും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ G സുധാകരൻ തമ്മിലുള്ള പ്രശ്നം നമുക്കറിയാം. G സുധാകരൻ പോയി പറഞ്ഞു കൊടുത്തിരിക്കുന്ന എന്തെങ്കിലും ഏഷണി കേട്ടിട്ടാണ് മുഖ്യമന്ത്രി ഇതിനു വേണ്ടിയിട്ട് എടുത്തു ചാടിയതെങ്കിൽ അതൊക്കെ അങ്ങോട്ട് മടക്കി കയ്യിൽ തന്നെ വെച്ചാൽ മതി. കാരണം ഞാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നൊക്കെ പറയാനായിട്ട് എന്താ ജനാധിപത്യത്തിൽ സാധാരണക്കാരന് ഒരു അധികാരവും ഇല്ലേ? ജനങ്ങളല്ല തെരഞ്ഞെടുത്തിട്ടിരിക്കുന്ന മന്ത്രിമാരെ, MLA മാരെ, മുഖ്യമന്ത്രിയൊക്കെ. അപ്പൊ കുട്ടനാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിജയിപ്പിച്ച, അതും വൻ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ചു വിട്ടിട്ടുള്ള രജി ചെറിയാൻ കേരള നിയമസഭയ്ക്കകത്ത് അനുവദിച്ച ഒരു സബ്മിഷനെ പുച്ഛത്തോടെ തള്ളി പറഞ്ഞുവെങ്കിൽ അത് ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, കുശുമ്പാണ് അതിന്റെ പിന്നിലുള്ളത്. അല്ല, ഒരു പക്ഷേ ആലപ്പുഴ ജില്ലാ കളക്ടറുടെ അധികാരപരിധിയിൽ വരുന്നൊരു വിഷയം മാത്രമാണോ അത്? അതിന് ഇങ്ങനെ ധാർഷ്ട്യത്തോടെ തള്ളിക്കളയേണ്ട ആവശ്യമുണ്ടോ? അല്ല, ഇത് ഒരു സബ്മിഷൻ അവതരിപ്പിക്കുന്നതാണ്. അദ്ദേഹം ആദ്യമായിട്ടൊരു സബ്മിഷൻ അവതരിപ്പിക്കുന്നതാണ്. വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാട്ടുകാർക്ക് എന്നല്ല, ആലപ്പുഴക്കാർക്ക് ആഘോഷമാണ്. നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറഞ്ഞാൽ കേരളത്തിന് ആഘോഷമല്ലേ? കാരണം ന്യൂജൻസി മുഖ്യമന്ത്രിക്ക് എന്താ വള്ളംകളിയുടെ പുച്ഛമാണോ? ഇദ്ദേഹം അവധി കൊടുത്തില്ലെങ്കിലും അവരൊരു അവധി എടുത്ത് ഈ വള്ളംകളിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നുണ്ടാവും, അങ്ങനെ ഉണ്ടെങ്കിൽ ആ ലീവിൻ്റെ സാലറി കട്ട് ചെയ്യാവുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ മാതിരി ഒക്കെ ആയിരിക്കുമെന്നായിരിക്കും അദ്ദേഹം കരുതി വെച്ചിട്ട്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഹാജരാവാത്ത ദിവസങ്ങളിൽ അവരുടെ സാലറി കട്ട് ചെയ്യാം എന്നൊക്കെയുള്ളൊരു മണ്ടൻ ചിന്താഗതി ആയിരിക്കും ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക. ഏതെങ്കിലും രജി ചെറിയാനെ കൃത്യമായിട്ട് ഇദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ്. ആ അപമാനം ഇത്തിരി കടന്നുപോയി ഒരു കാരണവശാലും ഇദ്ദേഹം ചെയ്യാൻ പാടുണ്ടായിരുന്നില്ല. രജി ചെറിയാൻ എന്ന് പറയുന്ന ആളൊന്നും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തിന് അവിടെ ഏതെങ്കിലും കെട്ടിടം പണിത് അതിൻ്റെ കോൺട്രാക്ടറുടെ അടുത്ത് നിന്ന് കമ്മീഷൻ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്വന്തം കയ്യിൽ നിന്ന് വേണമെങ്കിൽ പൈസ എടുത്ത് അവിടെ സ്കൂൾ കെട്ടിടങ്ങൾ പണിയാനും ആശുപത്രികൾ പണിയാനും ഒക്കെ ശേഷിയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊക്കെ ഇരിക്കുന്ന ഹോസ്പിറ്റൽ പ്രൊജക്റ്റുകൾ, കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് ആളുകൾ. കാരണം ഇവിടെ ഏതെങ്കിലും ഭയങ്കരമായിട്ടുള്ള ഈ ഡയലോഗ് പറഞ്ഞു പോകുന്ന ആളുകളെയല്ല നോക്കേണ്ടത്. രജി ചെറിയാനെ പോലുള്ള ആളുകൾ, കേരളത്തിലെ മാധ്യമങ്ങൾ രജി ചെറിയാനെ പോലുള്ള ആളുകളെ, MLA മാരെ പോയി കണ്ടിട്ട് അവരുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കൂ. അവർക്ക് അവരുടെ നിയോജക മണ്ഡലത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, അറിവ്, ഇതാണ് ലോകം അറിയേണ്ടത്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാത്രമാണ് ഇവിടുത്തെ ടെക്നോളജിയിലെ വിദഗ്ധൻ. രജി ചെറിയാനും ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയും കൂടി
ഒരു കൺസ്ട്രക്ഷൻ പരമായിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഡിബേറ്റ് ഇരുന്നിരിക്കുക, 5 മിനിറ്റ് ഇരിക്കില്ല, 5 മിനിറ്റ് ഇരിക്കില്ല, അതിനു മുമ്പ് തന്നെ തോറ്റോടും. കാരണം ആധുനിക കൺസ്ട്രക്ഷൻ രീതികളെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ള ഒരു മനുഷ്യനാണ് ഈ റജി ചെറിയാൻ MLA എന്ന് പറയുന്ന ആൾ. അതുകൂടാതെ ഈ വെള്ളം കയറുന്ന സ്ഥലത്ത് എങ്ങനെ ബിൽഡിംഗ് പണിയാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞ റജി ചെറിയാൻ. അതുകൂടാതെ വാട്ടർ പദ്ധതികൾ, അവിടെ ശുദ്ധമായ കുടിവെള്ളം എങ്ങനെ എത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടും പഠനവും ഉള്ള ആളാണ് റജി ചെറിയാൻ MLA. അങ്ങനെയൊക്കെയുള്ള കൃത്യമായ പഠനം നടത്തി കൃത്യമായിട്ട് ഇതൊക്കെ പോയി കണ്ട് ലോകം കണ്ട് ഇനിയിപ്പോൾ ഇദ്ദേഹമൊക്കെ പോകാനായിട്ട് ലോകത്തിൻ്റെ ഏതെങ്കിലും സ്ഥലം ബാക്കിയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ആളുകളോട് നിയമസഭയ്ക്കകത്ത് അപമാനിക്കാൻ ശ്രമിച്ചാൽ, അദ്ദേഹം അതൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഏതെങ്കിലും മാവെ പിടിച്ച് കുലുക്കിയപ്പോൾ പൈസ ഉണ്ടാക്കിയ ആളല്ല. വളരെ സാധാരണ ജീവിതത്തിൽ നിന്ന് കഷ്ടപ്പെട്ട് വളർന്നു വന്നേക്കുന്ന ആളാണ്, അധ്വാനിച്ച് വളർന്നു വന്നേക്കുന്ന ആളാണ്. അങ്ങനെയുള്ള ആളുകളോട് കുശുമ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അവരെ കൂടി ഈ ഭരണത്തിൻ്റെ ഭാഗമാക്കുകയാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ കേരള മന്ത്രിസഭയിൽ അംഗമാകാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ റജി ചെറിയാൻ. കാരണം അത്രയ്ക്കും ധാരണയുണ്ട്, ഒരു സംസ്ഥാനത്തെക്കുറിച്ച് ധാരണയുണ്ട്, അതോടൊപ്പം തന്നെ തൻ്റെ നിയോജക മണ്ഡലത്തെക്കുറിച്ച് ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ആളുകളെയല്ലേ മന്ത്രിമാരാക്കി കൂടെ നിർത്തേണ്ടത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേശകരായിട്ട് കൂടെ നിർത്തേണ്ടത്. അതിന് പകരമായിട്ട് അദ്ദേഹം നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു സബ്മിഷനെ പുച്ഛിക്കുക, അതുവഴിയായിട്ട് കുട്ടനാടിനെ പുച്ഛിക്കുക. ആലപ്പുഴക്കാർക്കുടെ ജീവനാടിയാണ് ഈ വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്കറിയാം, കാരണം എന്താ വെച്ചാൽ ദുബൈയിൽ നിന്നും ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള കുട്ടനാട്ടുകാരും ഈ വള്ളംകളിയുടെ ദിവസം എവിടെ എത്തും? കുട്ടനാടെത്തും. അതായത് നെഹ്റു വള്ളംകളി ആയിക്കോട്ടെ, ഈ പറഞ്ഞ മൂലം വള്ളംകളി ആയിക്കോട്ടെ, ഏത് വള്ളംകളി അവർക്കൊരു ഹരമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ആരെയും പുച്ഛിക്കാൻ പാടില്ല. ഇദ്ദേഹം മുഖത്ത് നോക്കി വർത്തമാനം പറയും. റജി ചെറിയാൻ്റെ ഏക പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരാളെ സുഖിപ്പിക്കാൻ വേണ്ടി നിൽക്കാറില്ല. പറയാനുള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി തന്നെ പറയും. കാരണം അത് ഔദാര്യമൊന്നുമല്ലല്ലോ. റജി ചെറിയാൻ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, അതുപോലെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന ആളുകളാണ് ഇപ്പോൾ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ആയിട്ടിരിക്കുന്നത്. ശരിയാണല്ലോ. ഇദ്ദേഹത്തിന് മന്ത്രിയാവാൻ സാധിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമല്ലേ ഉള്ളൂ. അത് 140 പേർക്ക് മന്ത്രിമാരാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ റജി ചെറിയാൻ മന്ത്രിയാവാൻ വേണ്ടി പറ്റുമായിരുന്നു. അവരുടെ പാർട്ടിയിൽ നിന്ന് വേറൊരു മന്ത്രിയുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് വേറെ മന്ത്രിമാരുണ്ട്. അതായത് കേരളത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ശോഭിച്ചുകൊണ്ടിരിക്കുന്ന 2 വകുപ്പ് മാത്രമേ ഉള്ളൂ. ഒന്ന് ആഭ്യന്തര വകുപ്പും 2 എക്സൈസ് വകുപ്പും. അതായത് രമേശ് ചെന്നിത്തല, M ലിജു. ഇതിനപ്പുറത്തേക്ക് ബാക്കി വകുപ്പുകളൊക്കെ ഇപ്പൊ എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ വകുപ്പുകളുടെ പകിട്ടിലാന്ന് തോന്നുന്നു മന്ത്രിസഭ തന്നെ നിലനിൽക്കുന്നത്. ഈ വകുപ്പിന്റെ പകിട്ടിലാണ് ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടും. ഓരോ കാര്യങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കിക്കോളൂ. നമ്മൾ എത്ര ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, എത്ര ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്. മനോരമയും പിന്നെ സ്മൃതി പരുത്തിക്കാടിനെ പോലെയുള്ള ചില മാധ്യമ പ്രവർത്തകരും ഇദ്ദേഹത്തിന് വേണ്ടി എത്രത്തോളം വാദിച്ചാലും തിരുത്താൻ തയ്യാറാവാത്ത പക്ഷം, ഒരു ഏകാധിപതിയെ പോലെ അല്ലെങ്കിൽ ഒരു മഹാരാജാവിനെ പോലെ നമ്മുടെ മുഖ്യമന്ത്രി പെരുമാറാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? UDFന്റെ ഒരു MLA ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ LDFന്റെ MLA സമീപനം എന്തായിരിക്കും? അതേസമയം ഇദ്ദേഹം കഴിഞ്ഞ ദിവസം BJPയുടെ MLA പറഞ്ഞു കേട്ടായിരുന്നോ? BJPയുടെ നിയമസഭാ കക്ഷി നേതാവിനോട്, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് അദ്ദേഹം, നമ്മളെ കേട്ടിരുന്നോ? BJP MLAമാർ VD സതീശൻ ആത്മാർത്ഥ സുഹൃത്തുക്കളാകുകയും UDFന്റെ MLAമാർ ഇദ്ദേഹത്തിൻ്റെ ശത്രുക്കളായിട്ട് മാറുകയും ചെയ്യുന്നത് എങ്ങനെയാന്നേ? ആ 3 BJP MLAമാരും അവസ്ഥ എന്താ നമുക്കറിയാലോ. രാജീവ് ചന്ദ്രശേഖർ ഒരു കോർപ്പറേറ്റ് ടോപ്പാണ്, മാനേജ്മെൻറ്റ് വിദഗ്ധനാണ് അദ്ദേഹം, അത് അംഗീകരിക്കുന്നു. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി രണ്ടുപേരുടെ അവസ്ഥ എനിക്ക് അദ്ദേഹത്തിൻ്റെ പേര് കിട്ടുന്നില്ല, പക്ഷേ ആ ചാത്തന്നൂർ MLA ആയിട്ടുള്ള ആ കക്ഷിയെ സംബന്ധിച്ചിട്ട് PB ഗോപകുമാർ. അപ്പോൾ ഈ ഗോപകുമാറിനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം സാധാരണക്കാർക്കിടയിൽ നിന്നും തന്നെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്നിട്ടുള്ളൊരു നേതാവാണ്. അത് നമ്മൾ അംഗീകരിക്കുന്നു. അതിനപ്പുറത്ത് റജി ചെറിയാനെ പോലെ ഒരു നിയോജക മണ്ഡലത്തിൻ്റെ വികസന കാഴ്ചപ്പാടോ കാര്യങ്ങളോ ഉള്ള ആളുകളൊന്നും അല്ല. ഞാൻ പറയുന്നത് നമ്മുടെ പല MLAമാർക്കും ഇല്ലാത്ത സ്വന്തം നിയോജക മണ്ഡലത്തെക്കുറിച്ചുള്ള ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തി തന്നെയാണ് റജി ചെറിയാൻ. ആ റജി ചെറിയാനെയൊക്കെ ഇതേ രീതിയിൽ നിയമസഭയ്ക്കകത്ത് അപമാനിച്ച് ശരിയായിട്ടില്ല. അദ്ദേഹം കോടീശ്വരനൊക്കെയാണ്, പക്ഷെ അതൊരു സുപ്രഭാതത്തിൽ കോടീശ്വരനായതല്ല, ശരിക്ക് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന പണമാണ്. ആയതിനാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് നമുക്കൊരു അഭ്യർത്ഥന നടത്താനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചുകൂടിയൊക്കെ ഒരു മാന്യത നിങ്ങൾ സഹപ്രവർത്തകരോടും കേരളത്തിലെ പൊതുജനങ്ങളോടും കാണിക്കണം. ഗിമ്മിക്കുകൾ കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് വേണ്ടത് റിയാലിറ്റിയും പുതിയ ടെക്നോളജീസും പുതിയ ഐഡിയാസുമാണ് എന്ന് മുഖ്യമന്ത്രി ഓർപ്പിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.